നമസ്കാരം. എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ മമ്മൂട്ടിയുടെ പുതിയ സിനിമയായ ബസുക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി ഒരു കോവിഡിന് ശേഷം ആക്ച്വലി ഭയങ്കര സെലക്റ്റീവാണ്. സെലക്റ്റീവ് എന്ന് വെച്ചാൽ ഒരുപാട് പടങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല. പുള്ളി വ്യത്യസ്തമായ സിനിമകൾ സെലക്ട് ചെയ്യുകയാണ്. എനിക്കതിന് അപ്രിഷിയേഷൻ ഉണ്ട്. ഐ മീൻ ഇറസ്പെക്റ്റീവ് ഓഫ് ബോക്സ് ഓഫീസ് പുള്ളി ആക്ച്വലി വേറെ വേറെ ടൈപ്പ് സിനിമകൾ ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളിയുടെ സിനിമകൾ കുറച്ച് കോൺഫിഡൻസ് ഉണ്ട് പോയി കാണാനൊക്കെ. ഈവൻ ദോ എനിക്ക് ലാസ്റ്റ് പുള്ളിയുടെ ഇറങ്ങിയ സിനിമ ഒട്ടും ഇഷ്ടമായില്ല. പക്ഷേ മമ്മൂട്ടി അതിനകത്ത് ഭയങ്കര നല്ലതായിരുന്നു. എന്താണ് ഗൗതം മേനോൻ്റെ ലാസ്റ്റ് സിനിമ. എനിക്ക് ആ സിനിമ ഇഷ്ടമായില്ലായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ ഈ സിനിമ എനിക്ക് ആക്ച്വലി അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല സിനിമ. എനിക്ക് അതിൻ്റെ ട്രെയിലറോ ടീസറോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സത്യം പറഞ്ഞാൽ PVRൽ എൻ്റെ പാസ്പോർട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ഇട്ടപ്പോൾ അത് വർക്ക് ആയതുകൊണ്ട് എനിക്ക് 30 രൂപയ്ക്ക് സിനിമ കാണും. അത് കൺവീനിയൻസ് ചാർജ് മാത്രം കൂടെ സിനിമ കാണാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ ഇത് കാണാൻ പോയത്. പിന്നെ എൻ്റെ ടൈമിങ്ങും അതിന് കറക്റ്റായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ വേറൊരു സിനിമ കാണാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്തായാലും നമ്മൾ ഈ സിനിമ കണ്ടു. സിനിമയെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ വളരെ വളരെ മോശമായ, വളരെ ബോറിംഗ് ആയ ഒരു വളരെ ഫ്ലാറ്റായ ഒരു സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്നത്. ഈവൻ ഞാൻ ഈ സിനിമയുടെ ട്വിറ്ററിലൊക്കെ കുറച്ച് റിവ്യൂസൊക്കെ ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ചൊക്കെ കണ്ടായിരുന്നു. ഞാൻ ഫുൾ റിവ്യൂസ് അല്ല, ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ട്വിറ്ററിൽ 1-2 ലൈനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പലരും ഈ സിനിമയുടെ അവസാനത്തെ 20 മിനിറ്റ് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണത്? ഒരു വളരെ വളരെ മോശം സിനിമ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനകത്തൊന്നും പറയില്ല. പേഴ്സണലി എനിക്ക് ഈ സിനിമയിൽ ഒരു സാധനം പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ പോസിറ്റീവായിട്ട് പറയാൻ എനിക്ക് ഒന്നുമില്ല, ഇൻക്ലൂഡിങ് മമ്മൂക്ക. അതായത് മമ്മൂട്ടിയുടെ കുറേ നാളിന് ശേഷമാണ് ഞാൻ മമ്മൂട്ടിയുടെ എനിക്കിഷ്ടേ അല്ലാത്തൊരു രീതിയിൽ പുള്ളി ആക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നത്. എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നിയത് ഇതിനകത്ത്. പുള്ളിയുടെ അവസാനത്തെയൊക്കെ ഇവർ ഈ പറയുന്ന 20 മിനിറ്റ് മമ്മൂട്ടി അഴിഞ്ഞാട്ടമാണെന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. എനിക്ക് തോന്നുന്നത് ഈ സിനിമ OTTയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മീംസിൻ്റെ കളിയായിരിക്കും. അത്രയ്ക്ക് ബോറായിട്ടാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് മമ്മൂട്ടി തന്നെ വളരെ ബോറാണ് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ മാത്രമല്ല ഈ സിനിമ ഭയങ്കര സ്റ്റൈലിഷായിട്ട് കാണിക്കാനൊക്കെ നോക്കിയെന്നതിനുപരി ടെക്നിക്കലി ഈ സിനിമ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കെൻ്റെ ക്യാമറ വർക്ക് അത്ര ഇഷ്ടമായില്ല. എനിക്കെൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഒരു ഹൈയും തരാത്തൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഇതിൻ്റെ. പിന്നെ ഈ സിനിമയിൽ ഒരു ആവശ്യമില്ല പുട്ടിൻ്റെ വീര പോലെ ഇടക്കിടക്ക് മമ്മൂട്ടി സ്ലോ മോഷൻ നടക്കും, ഇടയ്ക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കും, ഇടയ്ക്ക് കോട്ടിട്ട് നടക്കും. ഇതിൻ്റെയൊക്കെ ആ സീൻ്റെയൊക്കെ ആവശ്യകത എന്താണെന്ന് കൂടിയുള്ള ചോദ്യം അവിടെയുണ്ട്. നിങ്ങൾ ഫാൻസിന് വേണ്ടി സീനുകൾ എടുക്കുമ്പോൾ, എലിവേഷൻ സീൻ എടുക്കുമ്പോൾ അത് സിനിമയോട് ബന്ധപ്പെടുത്തി എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഹൈ കിട്ടുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഒരാൾ കോട്ടും സൂട്ടും ഇട്ട് പോകേണ്ട ഒരു കാര്യമില്ല. എന്നിട്ട് അടുത്ത ആ നടത്തുന്ന സീൻ കഴിഞ്ഞാൽ പിന്നെ വെള്ള ഷർട്ടിലാണ്. എന്താണ് അതൊക്കെ? എങ്ങനെയൊക്കെ ഇവന്മാർക്ക് ഇതൊക്കെ ഇപ്പോഴും ഇതൊക്കെ എഴുതാൻ തോന്നുന്നു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഫുള്ളി കമ്മിറ്റ് ചെയ്യണം. ഇത് ഇങ്ങനത്തെ ഒരു സിനിമയാണെന്ന രീതിയിൽ തന്നെ എടുക്കണം ആദ്യം മുതൽ. ഇതവർക്ക് സീരിയസ് ആയിട്ട് കാണിക്കുകയും വേണം. എന്നാൽ എഴുതി വെച്ചിരിക്കുന്ന മൊത്തം മണ്ടത്തരങ്ങളുമാണ്. ഞാൻ സത്യം പറയാം, ഈ സിനിമ മമ്മൂട്ടി വായിച്ചിട്ട് ഭയങ്കര ഇമ്പ്രസീവായിട്ടൊന്നും ചെയ്ത കഥയൊന്നുമല്ല. ഇത് ചെയ്യുന്നത് ഒരു നെപ്പോ കിഡാണ്. സത്യം പറയാമല്ലോ, എടുത്ത് പറയേണ്ടതാണ്. അത് ഡെന്നിസ് ജോസഫിൻ്റെ മോനാണ് ഈ സിനിമ എഴുതിയതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ മോൻ വന്ന് കഥ പറഞ്ഞു, മമ്മൂക്ക ഓക്കെ പറഞ്ഞു. അല്ലാണ്ട് മമ്മൂക്ക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്ത പാഠമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഗെയിമിംഗ് ആണ് പോലും. എന്ത് ഗെയിമിങ്? എന്തിനാണ് ഇത് മുഴുവൻ മിക്സ് ചെയ്തിരിക്കുന്നത്? ഇതിൽ 2-3 സീക്വൻസുകളുണ്ട് കുഴപ്പമില്ലാണ്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് സിനിമയിൽ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. ആക്ച്വലി അതായിരിക്കും ഇതിനോട് ആകെ എനിക്ക് പറയാനുള്ള പോസിറ്റീവ്. എല്ലാവരും നല്ല വെറുപ്പിക്കലായിരുന്നു. ഗൗതം മേനോൻ പിന്നെ സ്ഥിരം ഗൗതം മേനോൻ തന്നെ. പിന്നെ നമ്മുടെ കോമഡി ചെയ്യുന്ന ജ്യോതിറൊക്കെ നല്ല ഓവറും ബോറും ആയിരുന്നു. എനിക്ക് സിനിമ കണ്ടിട്ട് എനിക്കത് കാണിക്കുന്ന തമാശകളൊന്നും വളരെ കുറച്ചുകൂടെ തമാശ എന്നാണ്. പിന്നെ ആക്ഷൻ സീക്വൻസുകളാണെങ്കിലും സത്യം പറഞ്ഞ സിനിമക്കകത്ത് ഒന്നുമില്ല എൻജോയ് ചെയ്യാൻ. 2-2.5 മണിക്കൂറുള്ള നല്ല ബോറ് പടം. സത്യം പറഞ്ഞാൽ ഈ പടത്തിനകത്ത് ഇതിനകത്തൊരു നോവൽ കൺസെപ്റ്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു നോവൽ ഐഡിയ ഉണ്ട് ഈ സിനിമക്കകത്ത്. ഒരു 1 ലൈനർ ഉണ്ട് ഇതിനകത്ത്. എവിടെയോ ഇവർ ഉദ്ദേശിക്കുന്ന ഐഡിയ എനിക്ക് മനസ്സിലായി. പക്ഷേ അത് ആ ഐഡിയ വരെ മാത്രമാണ് പോസിറ്റീവ്. അത് കഴിഞ്ഞത് എഴുതി തുടങ്ങുന്ന മുതൽ ഈ സിനിമ മോശമാണ്. അതായത് എല്ലാ രീതിയിലും എഡിറ്റിംഗ് ആണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും ഒരു ഫ്ലോ ഇല്ലാത്തൊരു സിനിമയാണത്. കാരണം എനിക്കൊന്ന് എഴുത്തിൻ്റെ പ്രോബ്ലം തന്നെയാണത്. കാരണം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ വളരെ മോശം സിനിമയായിട്ടാണ് തോന്നിയത്. എനിക്ക് ഭയങ്കര ബോറടിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ 2 സിനിമ ഇന്നലെ കാണാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ പിന്നെ രണ്ടാമത് ആ സിനിമയോട് കണ്ടാൽ മതിയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു ഇത് പോയി കിട്ടുമല്ലോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ആക്ച്വലി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. എന്തായാലും എനിക്ക് സിനിമ ഇഷ്ടമായില്ല. ഞാൻ കണ്ടത് PVR OD6 4K ലേസർ ഡോൾബി അറ്റ്മോസ്.
സൗണ്ട് വലിയ തരക്കേടില്ലായിരുന്നു. അറ്റ്മോസ് എഫക്റ്റൊക്കെ ഉണ്ടായിരുന്നു. സറൗണ്ട് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ പോസിറ്റീവായി പറയേണ്ട കാര്യം പോലെ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ എനിക്ക് ഭയങ്കര ബോഡി സെക്കൻഡ് ഹാഫൊക്കെ എങ്ങനെയാണ് ഇതിലൊക്കെ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണല്ലോ നമുക്കൊരു സിനിമ സ്റ്റാർട്ട് ചെയ്തൊരു അരമണിക്കൂർ പോലും വേണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഈ ട്വിസ്റ്റ് എന്നാണ് ആൾക്കാർക്ക് മനസ്സിലാകും. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് എന്നോട് തന്നെ ചിരി വന്നു. അതായത് എൻ്റെ കൂട്ടുകാരനൊന്നും ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോയത്. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്ന അവനെ ചീത്ത വിളിച്ചേനെ. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ അടുത്തിരിക്കുമായിരുന്നെങ്കിൽ അവനോട് ഞാൻ പറഞ്ഞേനെ ഇതിനകത്തൊരു ട്വിസ്റ്റ് വരുന്ന സമയത്ത് അത് ആരാണ് ചെയ്തതെന്ന് വരെ ഞാൻ ഗെസ് ചെയ്തു. ഐ മീൻ അതൊരു ഓഡ് ഗെസ്സാണ്. പക്ഷേ ഈ സിനിമയുടെ ഒരു കാസ്റ്റിങ്ങും എല്ലാം ഭയങ്കര പ്രഡിക്റ്റബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഉറപ്പായിട്ടും ഞാൻ അന്ന ആളായിരിക്കും ഞാൻ എൻ്റെ മനസ്സിൽ പറയണത് ഇന്ന ആളായിരിക്കും ഈ ട്വിസ്റ്റൊന്നും. അത് അയാൾ തന്നെ വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ചിരി വന്നു. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലോ. ചിലപ്പോൾ പലരും ഗെസ് ചെയ്ത് കാണാം അയാൾ തന്നെ ആയിരിക്കും ആ ട്വിസ്റ്റ് എന്നുള്ളതും. ഇതിൻ്റെ ഒഫീഷ്യലി ഒറിജിനൽ ട്വിസ്റ്റൊക്കെ ഭയങ്കര ബോറാണ്. എനിക്ക് അവസാനത്തെ 20 മിനിറ്റ് എന്നല്ല, എനിക്കതിൽ ഒരു മിനിറ്റും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ 2.5 മണിക്കൂർ ബോറായിട്ടുള്ള സിനിമയാണ്. 100% ഗ്യാരണ്ടീഡാണ് ഈ പടം OTTയിൽ ഇറങ്ങുമ്പോൾ തൂത്ത് വാരി അടിക്കും എല്ലാവരും കൂടി. മീമിൻ്റെ ബഹളമായിരിക്കും ഉറപ്പാണ് എനിക്ക് സിനിമ. എന്തായാലും എനിക്ക് സിനിമ ഒട്ടും വർക്കായില്ല. ഹോപ്പ്ഫുള്ളി ബാക്കിയുള്ള സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ ഐമാക്സിൽ പോയൊരു സിനിമ കാണുന്നുണ്ട്. ഞാൻ ഓരോ ദിവസം ഓരോ സിനിമ വെച്ച് കാണാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് എല്ലാ സിനിമ ഒരുമിച്ച് കണ്ട് എല്ലാം കൂടി അൽക്കുലത്ത് പരുവാക്കാൻ താല്പര്യമില്ല. എന്തായാലും ഞാൻ എല്ലാ സിനിമയും കാണാം ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് അജിത്തിൻ്റെ പടം കാണുന്നുണ്ടെന്ന്. പക്ഷേ അജിത്തിൻ്റെ പടത്തിന് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4K ലേസർ അറ്റ്മോസിലൊന്നും ഒരു സ്ക്രീനിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ ആ പടം വൈകിയേ കാണുള്ളൂ. കൊള്ളാവുന്ന സ്ക്രീനിൽ പോയി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ വൈകിയേ കാണുള്ളൂ. എന്തായാലും ബസൂക്ക എനിക്ക് വർക്കായില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി താഴത്ത് കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുക. ഐ മീൻ എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. ചിലപ്പോൾ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല എല്ലാവർക്കും. അപ്പോൾ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് സിനിമയെക്കുറിച്ച്. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് അപ്പോൾ താഴത്ത് എന്തായാലും കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. എന്നാലും ഇത്ര നേരം വീഡിയോ കാണുന്ന നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.